നമുക്കറിയാം, നമ്മുടെ തലസ്ഥാനവും നമ്മുടെ രാജ്യവും കുറച്ച് ദിവസമായിട്ട് വലിയ സമര പോരാട്ടത്തിലാണ്. പ്രധാനമായിട്ടും നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യപേപ്പറിൻ്റെ ചോർച്ചയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ കുട്ടികളുടെ ഇടയിൽ വന്ന ആത്മഹത്യയും എല്ലാം ഈ സമരത്തിന് വലിയ പ്രചോദനമാണ് ചെയ്തത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് വിദ്യാർത്ഥികളും യുവാക്കളും പ്രധാനമായിട്ടും സമരം ആരംഭിച്ചത്. ആ സമരം പിന്നീട് നമ്മുടെ രാജ്യമാകെ ഏറ്റെടുക്കുന്ന ഒരു സ്ഥിതിയാണ് കാണാൻ വേണ്ടി കഴിഞ്ഞത്. ഇന്ത്യൻ പാർലമെൻറ്റിലും അതിൻ്റെ പ്രതിധ്വനി ഉണ്ടാവുകയുണ്ടായി. കഴിഞ്ഞ 5 ദിവസമായി, അതായത് 10-ാം തീയതി തൊട്ട് ഇന്നലെ വരെ ഇന്ത്യൻ പാർലമെൻറ്റിലും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം ഒന്നടങ്കം വലിയ സമരമാണ് നടത്തിയത്. കേവലം പാർലമെൻറ്റിൽ മാത്രമല്ല, പാർലമെൻറ്റ് പുറത്തും വലിയ സമരങ്ങൾ നടക്കുകയുണ്ടായി. ആ സമരത്തെല്ലാം നാം ഉന്നയിച്ച പ്രധാനപ്പെട്ട ആവശ്യം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നുള്ളതാണ്. ആ ആവശ്യത്തോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത്. എന്നാൽ ഇപ്പോൾ ഗത്യന്തരമില്ലാതെ വന്നതിൻ്റെ ഫലമായിക്കൊണ്ടാണ് മന്ത്രിയെ രാജിവെപ്പിക്കാൻ പ്രധാനമന്ത്രി തയ്യാറായിരിക്കുന്നത്. തീർച്ചയായിട്ടും കഴിഞ്ഞ 2014 ശേഷം BJPക്ക് അല്ലെങ്കിൽ BJP ഗവൺമെൻറ്റിന് കിട്ടുന്ന ഏറ്റവും വലിയ പ്രഹരമാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജിയിലൂടെ സംഭവിച്ചിരിക്കുന്നത്. തങ്ങൾക്കെതിരായിട്ടുള്ള സമരങ്ങളെല്ലാം തന്നെ പുല്ലുവില പോലും കൽപ്പിക്കാതെ പോകുന്ന ഒരു നിലപാടാണ് നാളിതുവരെ കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചത്. നമുക്കറിയാം, വിദ്യാർത്ഥികളും യുവാക്കളുടെ സമരത്തെ എങ്ങനെയാണ് കേന്ദ്ര ഗവൺമെൻറ് നേരിട്ടത്. ശത്രുസൈന്യത്തോട് കാണിക്കുന്നതിനേക്കാൾ ഭീകരമായിട്ടാണ് ജനാധിപത്യപരമായിട്ട് സമരം ചെയ്ത വിദ്യാർത്ഥികളുടെ ഗവൺമെൻറ് സ്വീകരിച്ച നിലപാട്. നമ്മുടെ അതിർത്തിയെ സംരക്ഷിക്കേണ്ട പട്ടാളത്തെ അടക്കം വിളിച്ചു വരുത്തി നമ്മുടെ ഭാവിയുടെ വാഗ്ദാനങ്ങളായ വിദ്യാർത്ഥികളെ തല്ലിച്ചതയ്ക്കാൻ വേണ്ടിയാണ് വിനിയോഗിച്ചത്. നമുക്കറിയാം, ആ സമരത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചവരെയും വെറുതെ വിടാൻ തീരുമാനിച്ചില്ല. നമ്മുടെ രാജ്യം വലിയ രീതിയിലുള്ള ക്രൂരമായ ഒരു അവസ്ഥയിലേക്ക് പോകുന്ന സ്ഥിതി ഉണ്ടായി. അപ്പോൾ ആ അവസ്ഥയെല്ലാം നേരിട്ടുകൊണ്ടാണ് ഗവൺമെൻറ്റിന് ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള സ്ഥിതി വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കും. തീർച്ചയായിട്ടും ഇത് ഇന്ത്യൻ ജനതയുടെ ആകെ വിജയമാണ്. പലപ്പോഴും സമരങ്ങളെ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ സങ്കുചിത ചിന്തയിലേക്കും അല്ലെങ്കിൽ വർഗീയ വിഭജനത്തിലേക്കുമൊക്കെ തന്നെ തിരിച്ചുവിടുക എന്ന സമീപനമാണ് നാളിതുവരെ സ്വീകരിക്കുന്നത് നമ്മൾ കണ്ടത്. വർഗീയ ധ്രുവീകരണത്തിലൂടെ എങ്ങനെയും സമരങ്ങളെ ഇല്ലാതാക്കുക എന്നുള്ള സമീപനം സ്വീകരിച്ചു. എന്നാൽ ഈ സമരത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള ഒത്തൊരുമ നമ്മുടെ രാജ്യത്താകെ ഉയർന്നു വരികയുണ്ടായി. കക്ഷി രാഷ്ട്രീയ ജാതി മത പരിഗണനകൾക്കെല്ലാം അതീതമായിക്കൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ പൊതുവായ ഒരു വിഷയത്തിൽ, നമ്മുടെ വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കുന്ന പ്രശ്നത്തിൽ ഒന്നിക്കാൻ തയ്യാറായി എന്നുള്ളതാണ് ഈ സമരത്തിൻ്റെ വിജയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേവലം ഈ ഒരു വിജയം കൊണ്ട് മാത്രം അവസാനിക്കുന്നതല്ല. നമുക്കറിയാം, സംഘപരിവാർ നേതൃത്വം കൊടുക്കുന്ന BJP ഗവൺമെൻറ്, ആ ഗവൺമെൻറ് എല്ലാ വിരുദ്ധ നയങ്ങളാണ് സ്വീകരിക്കുന്നത്. നമുക്കറിയാം, കർഷകരുടെ വലിയ സമരങ്ങൾ നടന്നു, തൊഴിലാളികളുടെ വലിയ സമരം നടന്നു, യുവാക്കളുടെയും ഒക്കെ സമരങ്ങൾ നടക്കുന്നു, ആദിവാസികളുടെയും അതുപോലെ ദളിതുകളുടെയും അത് മതന്യൂനപക്ഷങ്ങളിലൊക്കെ തന്നെ സമരങ്ങൾ നടക്കുമ്പോൾ അതിനെയെല്ലാം വഴിതിരിച്ചു വിടാൻ വേണ്ടിയുള്ള ഇടപെടലാണ് കേന്ദ്ര ഗവൺമെൻറ് അവരുടെ ഭരണസ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ചെയ്തത്. ഈ സമരത്തെയും അങ്ങനെ തകർക്കാൻ വേണ്ടിയുള്ള ശ്രമം ഉണ്ടായി. തെറ്റായ പ്രചാരവേലകൾ പ്രധാനമന്ത്രി തന്നെ നേരിട്ടിറങ്ങിക്കൊണ്ട് ഇതിനെതിരെ വലിയ പ്രചാരവേല സംഘടിപ്പിച്ചു. അതിനൊന്നും ഈ ആവേശത്തെ കെടുത്താൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ സമരം അവസാനിപ്പിക്കാൻ കഴിഞ്ഞില്ല. ആ സമരം വിജയം കണ്ടാണ് അവസാനിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അത് BJP ഗവൺമെൻറ്റിൻ്റെ, തീർച്ചയായിട്ടും ആ ഗവൺമെൻറ്റിൻ്റെ തെറ്റായ നയങ്ങൾക്കെതിരായിക്കൊണ്ട് അതിശക്തമായ പോരാട്ടവും നമ്മുടെ രാജ്യത്ത് വളർത്തിയെടുക്കാൻ എല്ലാവരും യോജിച്ച് നിൽക്കണം എന്നാണ് സൂചിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും സമരം ചെയ്ത വിദ്യാർത്ഥികളുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ആ സമരത്തിൽ പങ്കെടുക്കാൻ ഞങ്ങൾക്കെല്ലാം കഴിഞ്ഞു. തുടർന്നും നമ്മുടെ നാടിൻ്റെ മാറ്റത്തിന് വേണ്ടിയുള്ള, മോചനത്തിന് വേണ്ടിയുള്ള പോരാട്ടം ഏറ്റെടുക്കുന്നതിന് എല്ലാവരും സന്നദ്ധമായി മുന്നോട്ട് വരണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ഒരു വിജയമാണ്, ഒരു സമരത്തിൻ്റെ ഏറ്റവും വലിയ വിജയമാണ്. ആ വിജയത്തിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് തെറ്റായ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായിക്കൊണ്ടുള്ള പോരാട്ടങ്ങൾ കൂടുതൽ ശക്തിപ്പെടാൻ
അത് കർഷകരുടെയും തൊഴിലാളികളുടെയും വിദ്യാർത്ഥികളെയും യുവാക്കളുടെയും മകളുകളുടെയും മറ്റ് നാനാ മേഖലയിൽ ദുരിതം അനുഭവിക്കുന്ന ആളുകളെ എല്ലാം യോജിപ്പിച്ചുകൊണ്ടുള്ള വലിയ പോരാട്ടം നടത്തുന്നതിനാണ് ഇടതുപക്ഷം, പ്രത്യേകിച്ചും ഇന്ത്യയിലെ വലിയ ശക്തിയില്ലെങ്കിൽ പോലും ഉള്ള ശക്തി വെച്ചുകൊണ്ട് വലിയ പോരാട്ടം നടത്തുന്നതിന് വേണ്ടിയാണ് ഇടതുപക്ഷം. അതുകൊണ്ടാണ് ഇടതുപക്ഷത്തിൻ്റെ നേതൃത്വം കൊടുക്കുന്ന അല്ലെങ്കിൽ നേതൃത്വത്തിലുള്ള പല നേതാക്കളും ആ വേദികളിൽ എത്തുകയുണ്ടായി. CPM-ൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സഖാവ് MA ബേബി, CPI-യുടെ അഖിലേന്ത്യാ സെക്രട്ടറി D രാജ ഉൾപ്പെടെയുള്ള വലിയ നേതാക്കളെല്ലാം ആ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ആ സമരവേദിയിലെത്തിയത്. ഒരുപക്ഷെ ചിലപ്പോൾ പുറംതിരിഞ്ഞു നിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. പക്ഷേ ഇടതുപക്ഷം ആ കാര്യത്തിൽ ശരിയായ നിലപാടാണ് സ്വീകരിച്ചത്. ആ നിലപാട് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് എന്നുള്ളത് നമുക്കുണ്ട്. കാരണം ഭാവിയിൽ നമ്മുടെ രാജ്യത്ത് വളർന്നു വരുന്ന പോരാട്ടങ്ങൾക്ക് എല്ലാവരുടെയും സഹകരണം പിന്തുണ ഉണ്ടാകണമെന്നാണ് ഇടതുപക്ഷം ആഗ്രഹിക്കുന്നത്. ഈ CJP-ക്കൊപ്പം ചേരാൻ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ കുറച്ച് വൈകി എന്നുള്ള ഒരു വിമർശനം കൂടി വരുന്നുണ്ടായിരുന്നു. അല്ല, ഞങ്ങൾ ഈ സമരത്തോടെ എപ്പോഴും അനുകൂലമായിട്ടുള്ള സമരം. ഓൾ പാർട്ടി മീറ്റിംഗിൽ 9-ാം തീയതി നടന്ന ഓൾ പാർട്ടി മീറ്റിങ്ങിലും അതുപോലെ തന്നെ പിന്നീട് ഇന്ത്യ സഖ്യം മീറ്റിങ്ങിലും എല്ലാം ഞങ്ങൾ ഈ ഡിമാൻഡ് ആവശ്യപ്പെട്ടു. കോൺഗ്രസ് ഇതിനെ ഏറ്റെടുക്കാൻ കുറച്ച് വൈകി. അല്ല, ഓരോ പാർട്ടിക്ക് അതിൻ്റെതായിട്ടുള്ള നിലപാടുകൾ ഉണ്ടാവും. ഞങ്ങളെ സംബന്ധിച്ചോളം വ്യക്തതയുണ്ടായിരുന്നു. കാരണം വിദ്യാർത്ഥികൾ ഒരുമിച്ച് നടത്തുന്ന സമരമാണ്. അതായത് ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ഉന്നയിച്ചുകൊണ്ടാണ് സമരം ചെയ്യുന്നത്. ഏതെങ്കിലും പ്രത്യേക താല്പര്യത്തിന് വേണ്ടിയല്ല. നമ്മുടെ ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികളുടെ ഭാവിയെ പന്താടുന്ന നിലപാടിനെതിരായിട്ടാണ് സമരം ചെയ്തത്. അപ്പോൾ ആ ലക്ഷക്കണക്കിന് വരുന്ന കുട്ടികളുടെ ഭാവിയെക്കുറിച്ചുള്ള സമരമാണ്. ആ സമരത്തിന് SFI-യും ASF-ഉം അതുപോലെയുള്ള സംഘടനകളെല്ലാം വലിയ പിന്തുണ നൽകി. ആ സംഘടനകൾ നടത്തിയ സമരത്തോടൊപ്പം തന്നെ പുരോഗമന പ്രസ്ഥാനങ്ങളും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും എല്ലാം ചേരുകയുണ്ടായി. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിക്കൊണ്ട് വലിയ രീതിയിലുള്ള ജനങ്ങളുടെ സപ്പോർട്ടും ഈ സമരത്തിന് ലഭിച്ചു. കാരണം ഈ സമരം ഇനിയും മുന്നോട്ട് പോകാൻ ഇന്ത്യൻ പാർലമെൻറ്റ് നടത്താൻ പറ്റാത്ത സ്ഥിതിയാണ്. ഈ തിങ്കളാഴ്ച വീണ്ടും സമരം ആരംഭിക്കും എന്നുള്ളതെല്ലാം കണ്ടുകൊണ്ട് ഇന്നലെയും ഞങ്ങൾ അഡ്ജേൺമെൻറ്റ് മോഷൻ കൊണ്ടുവന്നതാണ്. അതിനോട് പുറംതിരിഞ്ഞ് നിൽക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. ഞങ്ങളെല്ലാം ആവശ്യം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നാണ്. പക്ഷേ ആ രാജിയോട് സമരസപ്പെട്ടു പോകുന്നില്ല. സമരമായിട്ട് നിങ്ങൾ പോയാൽ ഞങ്ങൾ രാജിയില്ലാതെ പോകുമെന്നുള്ള നിലപാടാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചത്. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ നിർബന്ധിതമായി. കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ കൂട്ടായ പോരാട്ടത്തിൻ്റെ വിജയമാണ്. ബ്രിട്ടീഷ് ആധിപത്യത്തെ ചെറുത്ത് തോൽപ്പിച്ച പാരമ്പര്യമുള്ളവരാണ് നമ്മുടെ ഇന്ത്യൻ ജനത. ആ ഇന്ത്യൻ ജനത എല്ലാ ജനവിരുദ്ധ നയങ്ങളും തിരുത്താൻ വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഐക്യപ്പെടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നുകൂടി ഈ സമരത്തിന്റെ വിജയം തെളിയിക്കുകയാണ്. ഒരു കാര്യം കൂടി, CJP പോലുള്ള ഒരു കൂട്ടായ്മകൾക്ക് ഇനി പ്രസക്തി ഉണ്ടോ, അല്ലെങ്കിൽ അതൊക്കെ വളർന്നു വരുന്ന ഏത് തരത്തിലാണ് പുതിയ തലമുറ? അല്ല, തീർച്ചയായിട്ടും നമ്മൾ ഓരോ ഇഷ്യൂവിൻ്റെ മുകളിലാണ് ഓരോ സംഘടനകളൊക്കെ രൂപം കൊള്ളുന്നത്. തീർച്ചയായിട്ടും അവരുടെ സമരങ്ങളെയും നമ്മൾ വില കുറച്ച് കാണുന്നില്ല, അവരുടെ പങ്കാളിത്തത്തെ വില കുറച്ച് കാണുന്നില്ല. പുരോഗമന പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചോളം, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചോളം രാജ്യത്തിൻ്റെ പൊതുസ്ഥിതി ഞങ്ങൾ എക്കാലത്തും ഉയർത്തി കാണിച്ചിട്ടുണ്ട്. ആ സമയത്തെല്ലാം അതിനോട് നിഷേധാത്മകമായ സമീപനം സ്വീകരിച്ച ആളുകൾക്കടക്കം ഇപ്പോൾ ഈ സമരങ്ങളോടൊപ്പം ചേരേണ്ടി വരികയാണ്. ഞങ്ങൾ സമരം ചെയ്തപ്പോൾ ഞങ്ങൾ കർഷകരും തൊഴിലാളികളും വിദ്യാർത്ഥികളും യുവാക്കളും എല്ലാം സമരം ചെയ്തപ്പോൾ അതിനെയെല്ലാം തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ച ആളുകൾക്കടക്കം ഇന്ന് ഞങ്ങൾ ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യമടക്കം ഏറ്റുപറയേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്.